കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് മെയ് 3-ന് സംഗമിക്കുന്നു എന്നുള്ള വാർത്ത ഏറെ സന്തോഷത്തോടു കൂടിയാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഈ സമ്മേളനത്തിൽ എത്തിച്ചേരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഇന്ന് എത്തിച്ചേരുന്നതിനും നിങ്ങളെ നേരിൽ കാണുന്നതിനും സാധിക്കാതെ വന്നതിലുള്ള ഖേദം ആമുഖമായിട്ട് അറിയിക്കട്ടെ. 1949 കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ചേർന്ന ഇടവക പൊതുയോഗത്തിലൂടെ ഒരു കലാലയം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 1951 ഇതിനാവശ്യമായിട്ടുള്ള ധനശേഖരണം ആരംഭിച്ചു. 1953 ക്ലാസുകൾ ആരംഭിക്കുന്നതിന് കഴിഞ്ഞു. 1956 കലാലയം മാർത്തോമ സഭയ്ക്ക് പൂർണ്ണമായും കൈമാറുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിലുടനീളം കോഴഞ്ചേരിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ആഗ്രഹത്തെ സഫലീകരിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്ന് നമുക്ക് സ്മരിക്കാൻ കഴിയുക. കോഴഞ്ചേരി എന്ന ചെറു പ്രദേശത്ത് നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ തുറകളിൽ സേവനമനുഷ്ഠിക്കാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഈ കലാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാക് അക്രഡിറ്റേഷനിൽ A++ ഗ്രേഡ് നേടിക്കൊണ്ടും അതേപോലെ തന്നെ KERF റാങ്കിൽ 50-ാം സ്ഥാനത്തും നിലയുറപ്പിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലവാരം നാം ഭാവിയിൽ മെച്ചപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കലാലയത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോഴഞ്ചേരിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കുകയും അവരുടേതായിട്ടുള്ള ഇടപെടലുകളും സംഭാവനകളും കാലാകാലങ്ങളിൽ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. 25 വർഷങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ കലാലയത്തിന് ജൂബിലി ഓഡിറ്റോറിയം സമ്മാനിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളാണ്. കുളുന്തോട്ടിക്കൽ അച്ഛൻ്റെ സ്മരണാർത്ഥം കുളുന്തോട്ടിക്കൽ അച്ഛൻ ഗേറ്റ് സമ്മാനിച്ചു. ഒപ്പം ഗോൾഡൻ ജൂബിലിയുടെ നിറവിലെത്തിയ കലാലയത്തിന് ബൃഹത്തായിട്ടുള്ള ഒരു ലൈബ്രറി മന്ദിരം ഒരുക്കി തരുന്നതിനും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. കോളേജിൽ ഇന്ന് നാം വിതരണം ചെയ്യുന്ന നിരവധി മെറിറ്റ് സ്കോളർഷിപ്പുകളുടെ സംഘാടകരും അതിനാവശ്യമായിട്ടുള്ള ധനസമാഹരണം നടത്തിയിട്ടുള്ളതും പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഏറെ നന്ദിയോടെ കൂടിയാണ് ഈ മാതൃകലാലയം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവനകളെ സ്മരിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലും നമ്മുടെ അലുമിനി ചാപ്റ്ററുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അലുമിനി അസോസിയേഷൻ ഓഫ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് മാതൃ കലാലയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അലുമിനി അസോസിയേഷനാണ്. തുല്യമായ പദവിയിലും തുല്യമായ നിലയിലും പ്രവർത്തിക്കുന്ന മറ്റ് അലുമിനി അസോസിയേഷനുകളും ഒത്തുചേർന്നുകൊണ്ട് എല്ലാ വർഷവും ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ ക്യാമ്പസിൽ നടത്തണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. 75-ാം വയസ്സിലേക്ക് കലാലയം പ്രവേശിക്കുമ്പോൾ ഒട്ടേറെ പരിമിതികൾ ഇന്നും നമുക്കുണ്ട്. വോളിബോളിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കോഴഞ്ചേരിയിൽ ഭാവിയിലേക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു സ്റ്റേഡിയം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇന്നും നമുക്ക് പൂർത്തീകരിക്കപ്പെടാനാവാത്ത പലവിധ പ്രാഥമിക ആവശ്യങ്ങളും ഒരു വശത്തുണ്ട്. തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ, ഒത്തുചേരലുകൾ കോളേജിനെ കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഏറെ ആദരവോടു കൂടിയിട്ടാണ് ഈ സമ്മേളനത്തെ മാതൃകലാലയം നോക്കിക്കാണുന്നത്. കോളേജ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. തുടർന്നും കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ
നിങ്ങളുടെ പങ്കാളിത്തവും സഹകരണങ്ങളും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മാതൃകലാലയം അതിൻ്റെ വാതായനങ്ങൾ എക്കാലത്തേക്കും എല്ലായ്പ്പോഴും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ക്യാമ്പസുകളിലെത്തണം. വീണ്ടും നമുക്ക് പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കണം. ഈ സമ്മേളനത്തെ ഇത്ര മനോഹരമായിട്ട് അണിയിച്ചൊരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകരോട് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത കടപ്പാട് ഞങ്ങൾക്കുണ്ട്. വീണ്ടും തിരുവനന്തപുരം നഗരത്തിലും പരിസരങ്ങളിലുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ നിരന്തര സമ്മേളനങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ ലോകത്തിന് കൂടുതൽ മികവും തിളക്കവുമുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ആശയങ്ങളും ശേഷിയും പങ്കാളിത്തവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് മാതൃകലാലയത്തിൻ്റെ ഹൃദയംഗമായ സ്നേഹവും സൗഹൃദവും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.